ഈ അന്വേഷണത്തിൽ വേണമെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ അന്വേഷണം PC ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ അന്വേഷണം നടക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഞാൻ MLA ആയതിനു ശേഷം സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണ് ആ ആക്ട് പ്രകാരം അന്വേഷിക്കാൻ അവകാശം അല്ലെങ്കിൽ അധികാരവും ഉള്ളത്. അപ്രകാരമാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് 3.5 സെൻറ്റ് സ്ഥലമാണ് എൻ്റെ പേരിൽ. ഇപ്പോൾ ഈ അടുത്തയുടെ ഞങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടിയുടെ ഭാഗമായി 3-4 ഏക്കർ ഞാൻ വന്നതല്ലാതെ MLA എന്ന നിലയിൽ ഈ ചിന്നക്കനാൽ വില്ലേജിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ ബന്ധപ്പെട്ട് 3.5 സെൻറ്റ് സ്ഥലം മാത്രമാണ് എൻ്റെ പേരിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അവകാശത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ സ്കോപ്പും ലിമിറ്റും അവിടെയാണ്. ബട്ട് അവർ അതിന് മുമ്പ് നടന്ന ട്രാൻസാക്ഷനും MLA ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനെല്ലാം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇന്നുമുള്ളത്. ഇതുവരെ ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് കുറച്ച് നവീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ സമയം വരെ ഞാൻ വാങ്ങുമ്പോൾ ഏത് നിലയിലായിരുന്നു അതേ നിലയിലാണ് ആ പ്രോപ്പർട്ടി നിൽക്കുന്നതും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലും അതിൻ്റെ അകത്തും ഇൻറ്റീരിയറും ഒക്കെ ഞങ്ങൾ മാറുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രകാരമുള്ള എന്തെങ്കിലും വയലേഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഞാൻ മറുപടി, ആ കെട്ടിടം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിന് ബിൽഡിംഗ് നമ്പറോ ബിൽഡിംഗ് പെർമിറ്റോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഡിജൂറെ സ്റ്റാറ്റസ്, അതായത് ലീഗലി അങ്ങനെ ഒരു കെട്ടിടം ഉള്ളതായി എവിടെയും അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒന്നുമില്ല. 2 യോഗ്യമായ രീതിയിലല്ല കെട്ടിടം. അപ്പോൾ ആ കെട്ടിടം ഒരുപക്ഷെ അതിന് വാല്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊരു വിലയിട്ടാൽ നാളെ അത് ഡിമോളിഷനിൽ വരുമെന്ന് പറയാൻ പറ്റുന്നില്ല. അതിന് ഞങ്ങൾ നടത്തിയ കച്ചവടത്തിൽ ആ കെട്ടിടത്തിന് പ്രത്യേകമായ വില കൂട്ടിയിട്ടില്ലാത്തതിന് ആധാരത്തിൽ കാണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർ ഉള്ളതായിട്ട് പറഞ്ഞില്ല. അവരെല്ലാം പരിശോധിച്ചിട്ടുണ്ട്.